തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ നഗരസഭയുടെ വനിതാ സ്ക്വാഡ്, ഹെൽത്ത് വിഭാഗം വനിതാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരാണ് സ്ക്വാഡിലുള്ളത്. രാത്രികാലങ്ങളിൽ ഈ പെൺപുലികൾ പരിശോധന കർശനമാക്കിയതോടെ ആമയഴഞ്ചാൻ തോട്ടിലടക്കം മാലിന്യം തള്ളുന്ന നിരവധി പേരെയാണ് ഇതിനോടകം പിടികൂടിയത്. തിരുവനന്തപുരം നഗരത്തിന്റെ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം വനിതാ സ്ക്വാഡുണ്ട്. രാത്രി 8 മണി മുതൽ പുലർച്ചെ 6 മണി വരെ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇവർ ചുറ്റി സഞ്ചരിക്കും. മാലിന്യം തള്ളുന്നവരെ പിടികൂടും. നിലവിൽ പ്രവർത്തിക്കുന്ന നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ സ്ക്വാഡിന് പുറമെയാണ് മേയറുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക വനിതാ സ്ക്വാഡിനെ നിയോഗിച്ചത്. 3 പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീതമുള്ള 3 സ്ക്വാഡുകളാണ് ഈ മാസം 18 മുതൽ പരിശോധന ആരംഭിച്ചത്. ഇവരുടെ സഹായത്തിന് ശുചീകരണ തൊഴിലാളികളും ഉണ്ടാകും. ഈ സ്പെഷ്യൽ സ്ക്വാഡ് പ്രധാനമായിട്ടും ജലാശയങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്ക്വാഡ് പ്രത്യേകിച്ച് നിയോഗിച്ചിരിക്കുന്നത്. വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഹോട്ടൽ അത്യാവശ്യം ഹോട്ടൽ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്. പിന്നെ ജലാശയങ്ങളിലോട്ട് ഏതെങ്കിലും വാഹനത്തിൽ വന്ന് മാലിന്യം നിക്ഷേപിക്കുന്നതുണ്ട്. അപ്പോൾ തന്നെ വണ്ടി പിടിക്കുകയും മഹസർ തയ്യാറാക്കുകയും അത് അടുത്ത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. രാത്രികാല പരിശോധനയ്ക്കിടെ വിവിധ പ്രദേശങ്ങളിൽ നിയോഗിച്ചിരിക്കുന്ന ശുചീകരണ തൊഴിലാളികളുടെ അറിയിപ്പനുസരിച്ച് സ്ക്വാഡ് അങ്ങോട്ട് പായും. മാലിന്യം തള്ളുന്നവരെ പിടികൂടിയാൽ മഹസർ തയ്യാറാക്കി നടപടികൾ പൂർത്തിയാക്കി പിഴ ചുമത്തും. ശേഷം പോലീസിന് കൈമാറും. ആമയഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കുന്നതിനിടെ റെയിൽവേ കരാർ തൊഴിലാളി മരിച്ചതിന് പിന്നാലെയാണ് വനിതാ സ്ക്വാഡ് രൂപീകരിച്ചത്. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ളതാണ്. വനിതാ സ്ക്വാഡിനെ അടക്കമിറക്കി തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുവാനുള്ള ശ്രമത്തിലാണ് നഗരസഭ. പക്ഷേ നമ്മൾ ഓരോരുത്തരും അതിന് തയ്യാറാകണം. മാലിന്യം വലിച്ചെറിയാതിരിക്കണം. വീഡിയോ ജേർണലിസ്റ്റ് വിനയനൊപ്പം റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.